ഹായ് ഗായ്സ്, ഇന്ന് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ സ്പെഷ്യൽ പെരി പെരി ചിക്കൻ മന്തി. വളരെ രുചികരമായി നമുക്ക് ചിക്കൻ മന്തി തയ്യാറാക്കാം. അതിനു വേണ്ടി 3 തക്കാളി, 2 സവാള, 4 പച്ചമുളക്, ഒരു മാഗി ക്യൂബ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ചോറ് മസാല. 1.5 കിലോ ചിക്കനും എടുക്കാം നമുക്ക്. ആദ്യം നമുക്കൊരു കുക്കറിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ചോറ് മസാല ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ബേ ലീവ്സ്, കുരുമുളക്, ജീരകം എന്നിവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു കുക്കറിൻ്റെ 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. മാഗി ക്യൂബ് ഒരു ബോക്സിൽ 2 കഷ്ണങ്ങളാണ്. അത് രണ്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ചിക്കനും ഇട്ട് കൊടുത്തു. മാക്സിമം ആ വെള്ളത്തിൽ മുങ്ങും പോലെ ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് മാഗി ക്യൂബിൻ്റെ ഉപ്പ് കുറവാണെങ്കിൽ അതിലോട്ട് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുക്കർ അടിച്ച് നമുക്ക് ഒരു വിസിൽ ഇട്ട് കൊടുക്കാം. ഒരു വിസിൽ പാകത്തിന് മതിയാണ്. എന്നിട്ട് ചിക്കൻ നമുക്ക് അതിൽ നിന്ന് കോരിയെടുക്കാം. എന്നിട്ട് ആ വെള്ളം നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് ചോറ് വെക്കാൻ വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് ചട്ടി എടുത്ത് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നേരത്തെ ഞാൻ കുതിർത്ത് വെച്ചിരുന്ന സെല്ല ബസ്മതി അരി അത് നല്ലപോലെ വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായി വറുത്തെടുക്കുക. ആ വെള്ളം കുറയുന്നത് വരെ, അരിയുടെ വെള്ളം കുറയുന്നത് വരെ വറുത്ത് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ മസാലയുടെ വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അത് അരിയുടെ വെള്ളത്തിന് കുറവാണെങ്കിൽ നമ്മൾ വെള്ളം കൂടി ആഡ് ചെയ്ത് ഒഴിച്ച് കൊടുക്കാം. നേരത്തെ എടുത്തിരുന്ന 3 തക്കാളി നമുക്ക് ഈ സമയം പ്യൂരിയായി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒപ്പം മാഗി ക്യൂബ്സും ഇട്ട് പാകത്തിനുള്ള ഉപ്പും ചെക്ക് ചെയ്ത് നമുക്ക് ഇളക്കി കൊടുത്ത് അതിനെ മൂടി വെച്ച് കൊടുക്കാം. ഈ സമയം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കനിലോട്ട് മാരിനേറ്റ് ചെയ്യാം. ആദ്യം നമുക്കതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുരുമുളകും ഇട്ട് കൊടുക്കാം. ഒരു മാഗി ക്യൂബ് കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുത്ത് ഒരു പേസ്റ്റ് പോലെ ആക്കാം. ആ സമയം ചോറ് നന്നായി തിളച്ച് വേവാൻ തുടങ്ങുകയാണ്. അതിനുശേഷം നേരത്തെ പേസ്റ്റ് രൂപത്തിലാക്കിയ മുളകിനെ നമ്മൾക്ക് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് തേച്ച് പിടിപ്പിക്കേണ്ടത്. ആ സമയത്ത് പാൻ അടുപ്പത്ത് വെച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് നമുക്ക് ചിക്കനെ നന്നായി പെരി പെരി ചെയ്തെടുക്കാം. ആദ്യം ചിക്കനെ നമ്മൾ ഒരു വിസിലിട്ട് വേവിച്ചതാണ്. എന്നാലും നമുക്ക് ബട്ടർ ഇട്ട് ഇതിനെ പെരി പെരി ചെയ്തെടുക്കാം. അതായത് ഇതിനെ മുരിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് മുരിച്ചെടുക്കേണ്ടത്. മുരിച്ചെടുത്ത ചിക്കനെ നമുക്ക് വേവിച്ച് വെച്ച ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചിരട്ട കത്തിച്ച് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് തേങ്ങ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് ഒരു അടുപ്പ് വെച്ച് ഇതിനെ മൂടി വെക്കാം. ഈ സ്മോക്കി സ്മെല്ലാണ് ഈ പെരി പെരി ചിക്കൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ. അത് കഴിഞ്ഞ് നമ്മുടെ പെരി പെരി ചിക്കൻ മന്തി റെഡി. ഈ ഒരു പെരി പെരി ചിക്കൻ മന്തി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ രുചിയുള്ളതാണ്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ ഗൈസ്.